أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذرهم حتى يلاقوا يومهم الذي فيه يصعقون يوم لا يغني عنهم كيدهم شيئا ولا هم ينصرون وإن للذين ظلموا عذابا دون ذلك ولكن أكثرهم لا يعلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, 52-ാം അധ്യായമായ സൂറത്തു തൂറിലെ 44 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇസ്ലാമിനോടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ശത്രുത വെച്ച് പുലർത്തിയിരുന്ന അവിശ്വാസികളായ ആളുകളോട് ശക്തമായ ചില ചോദ്യങ്ങൾ, അവരെ ഉത്തരം മുട്ടിക്കുന്ന ചില ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി. പിന്നീട് അം യുരീദൂന കൈദൻ ഫല്ലദീന കഫറൂഹുമുൽ മകീദൂൻ, അവർ എന്ത് തന്നെ കുതന്ത്രങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചാലും അവസാനം ആ കുതന്ത്രം അവർക്ക് തന്നെയാണ് എത്തിച്ചേരുക, അവർ തന്നെയായിരിക്കും തന്ത്രത്തിൽ അകപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും, എന്ത് തന്നെ ശിക്ഷകളോ അമാനുഷികതകളോ അവർക്ക് കാണിച്ചു കൊടുത്താലും അവർ അതിൽ വിശ്വസിക്കുകയില്ലെന്നും, ഏതെങ്കിലുമൊക്കെ ഭൗതികതയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ അവർ നിഷേധിക്കുകയാണ് ചെയ്യുക. ആകാശത്ത് നിന്ന് ഒരു കഷ്ണം വീഴുന്നതായി അവർ നേരിൽ കാണുന്നതായാൽ പോലും അതവർ വിശ്വസിക്കുകയില്ല. അതും അട്ടിയിടപ്പെട്ട മേഘമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവർ നിഷേധിക്കും. അതുകൊണ്ട് നബിയെ അവരൊരിക്കലും സന്മാർഗം പ്രാപിക്കുകയില്ല, സത്യത്തിലേക്ക് മടങ്ങുമെന്നുള്ള പ്രതീക്ഷ ഒരിക്കലും വേണ്ട, അത്രത്തോളം അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയിട്ടുണ്ട് എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്, ഫദർഹും ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ ഫീഹി യുസ്അഖൂൻ. ഫദർ, ഉപേക്ഷിക്കുക, വിട്ടേക്കുക, അതുകൊണ്ട് വിട്ടേക്കുക, അപ്പോൾ വിട്ടേക്കുക. അപ്പോൾ, ഫദർ, അപ്പോൾ നീ വിട്ടേക്കുക, ഹും അവരെ. എപ്പോൾ? അങ്ങനെ എന്ത് കണ്ടിട്ടും എന്ത് തന്നെ കാണിച്ചു കൊടുത്തിട്ടും അതിലൊന്നും വിശ്വസിക്കാതെ വീണ്ടും തർക്കുത്തരവും നിഷേധാഭാവവും നടത്തുന്ന ആളുകളെ അവരെ വിട്ടേക്കുക. ഏതുവരെ അവരെ വിട്ടേക്കുക? ഫദറുഹും, അതുകൊണ്ട് അവരെ വിട്ടേക്കുക. ഹത്താ യുലാഖൂ, ഹത്താ വരെ, യുലാഖൂ കണ്ടുമുട്ടുന്നത് വരെ, ഹത്താ യുലാഖൂ അവർ കണ്ടുമുട്ടുന്നത് വരെ, ഹത്താ യുലാഖൂ അവർ കണ്ടുമുട്ടുന്നത് വരെ, യൗമ ദിവസത്തെ, ഹും അവരുടെ ദിവസത്തെ, അവരുടെ ദിവസത്തെ അവർ കണ്ടുമുട്ടുന്നത് വരെ. ഏതാണ് ആ ദിവസം? എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ഫീഹി, അതിലുണ്ട്, യുസ്അഖൂൻ അവർ ബോധം കെട്ട് സ്തംഭനാവസ്ഥയിൽ ആയിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. അവർ മരണമടഞ്ഞ് ബോധം കെട്ടുകൊണ്ട് സ്തംഭനാവസ്ഥയിലാകുന്ന ഒരു ദിവസം. ആ ദിവസം വരെയും അവരെ വിട്ടേക്കുക, ആ ദിവസം കണ്ടുമുട്ടുന്നത് വരെയും അവരെ വിട്ടേക്കുക നബിയേ. വീണ്ടും ആ ദിവസത്തിന്റെ പ്രത്യേകത അല്ലാഹു പറയാം.
യൗമ ലാ യുഗ്നി അൻഹും കൈദുഹും ശൈഅൻ വലാ ഹും യുൻസറൂൻ. അവർ ബോധം കെട്ട് മരണമടഞ്ഞു പോകുന്ന ആ ദിവസവുമായി അവർ കണ്ടുമുട്ടുന്നത് വരെയും അവരെ വിട്ടേക്കുക. ഏതാണ് ആ ദിവസം? യൗമ, ആ ദിവസം ലാ യുഗ്നി, ആ ദിവസത്തിൽ ലാ യുഗ്നി ഉപകരിക്കുകയില്ല, അൻഹും അവർക്ക് ഉപകരിക്കുകയില്ല, ലാ യുഗ്നി അൻഹും അവർക്ക് ഉപകരിക്കാത്ത ദിവസമാണത്. എന്ത് ഉപകരിക്കാത്ത ദിവസം? കൈദുഹും, കൈദ് ചതി, തന്ത്രം, കൈദുഹും അവരുടെ തന്ത്രം, ഷൈഅൻ ഒരു നിലക്കും ഒട്ടും തന്നെ അവരുടെ തന്ത്രം അവർക്ക് ഉപകരിക്കാത്ത ദിവസമാണ്. യൗമ ലാ യുഗ്നി അൻഹും കൈദുഹും ഷൈആ, അവരുടെ തന്ത്രം ഒട്ടും തന്നെ അവർക്ക് ഉപകരിക്കാത്ത ആ ദിവസം. വലാഹും അവർക്കില്ല യുൻസറൂൻ, സഹായിക്കപ്പെടുന്നതും അല്ല, അവർ സഹായിക്കപ്പെടുന്നതും അല്ല, അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല ആ ദിവസം. അതേ പ്രകാരം അവരുടെ ഒരു തന്ത്രവും ഉപകരിക്കുകയും ഇല്ല. ആ ദിവസം വരെയും അവരെ അങ്ങ് ഒഴിവാക്കിയേക്കുക, വിട്ടേക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. وَإِنَّ لِلَّذِينَ ظَلَمُوا عَذَابًا دُونَ ذَلِكَ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ. وَإِنَّ لِلَّذِينَ, وَإِنَّ തീർച്ചയായും, ലില്ലദീന ഒരു വിഭാഗത്തിനുണ്ട്, ഒരു കൂട്ടർക്കുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ലൊലമു, അവർ അക്രമികളായിരിക്കുന്നു, അക്രമം ചെയ്തിരിക്കുന്നു. വ ഇന്ന ലില്ലദീന ലൊലമു, അക്രമം, തീർച്ചയായും അക്രമം ചെയ്തവർക്കുണ്ട്, അദാബൻ, ശിക്ഷയുണ്ട്. വ ഇന്ന ലില്ലദീന ലൊലമു അദാബ, അക്രമികളായ അക്രമം ചെയ്ത ആളുകൾക്ക് ശിക്ഷയുണ്ട്, അക്രമം ചെയ്ത ആളുകൾക്ക് ശിക്ഷയുണ്ട്. ഇനി ദൂനദാലിക, അത് കൂടാതെ വേറെയും ശിക്ഷയുണ്ട്, അതുകൂടാതെ വേറെയും ശിക്ഷയുണ്ട്. മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ ഫീഹി യുസ്അഖൂൻ, അവർ ബോധം കെട്ടുപോകുന്ന ആ ദിവസം, ബോധം കെട്ടുപോകുന്ന ഒരു ദിവസം കണ്ടുമുട്ടുന്നത് വരെ അവരെ ഒഴിവാക്കുക. ആ ദിവസം ഏതാണ്? ഇൻഷാ അല്ലാഹ് പറയാം. രണ്ടാമത്തേത് അല്ലാഹു പറയുന്നത്, അതുകൂടാതെ, അതുകൂടാതെ വേറെയും ശിക്ഷ അവർക്കുണ്ട്, അക്രമികൾക്ക്. വലാകിന്ന അക്സറഹും, പക്ഷേ എങ്കിലും, അക്സറഹും അവരിൽ നിന്ന് അധികരിച്ചവരും, അധികം ആളുകളും, ലാ യഅലമൂൻ, അവർ അത് അറിയുന്നില്ല, അവരിൽ അധികവും അവർ അറിയുന്നില്ല. അധിക ആളുകൾക്കും അത് മനസ്സിലാക്കാനുള്ള വിവേകമില്ല, അറിയാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണവർ, ചിന്തിക്കാത്തവരാണവർ എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം കെട്ട് മരവിച്ചു പോകുന്ന ദിവസം എന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചും അതേ പ്രകാരം അതുകൂടാതെ വേറെ ശിക്ഷയും ഉണ്ട് എന്ന് 47-ാമത്തെ ആയത്തിലും പറഞ്ഞു. ആ രണ്ട് ശിക്ഷകളെ കുറിച്ച്, ആ രണ്ട് ദിവസങ്ങൾ അതേതാണ് എന്നതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി തഫ്സീറുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമത്തത്, ബോധം കെട്ട് മരവിച്ചു പോകുന്ന ദിവസം, ആ ദിവസം വരെയും അവരെ ഒഴിവാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യനാളാണ്, ഖിയാമത്ത് നാളാണ്, അതുവരെ അവരെ ഒഴിവാക്കുക എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൂടാതെ വേറെയും ശിക്ഷയുണ്ട്, അദാബൻ ദൂന ദാലിക, അതുകൂടാതെ വേറെയും ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞത് ഭൗതികമായ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള ശിക്ഷകളെ ഉദ്ദേശിച്ചാണ്, ദുനിയാവിൽ നിന്ന് തന്നെ അവർക്കുണ്ടാകുന്ന ശിക്ഷകളെ കുറിച്ചാണ്. അതേ പ്രകാരം മറ്റു ചില ആളുകൾ പറയുന്നത്, ആദ്യം പറഞ്ഞത് 45-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, അത്
ബദറിൽ ഉണ്ടായിട്ടുള്ള അതിശക്തമായ ശിക്ഷ. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച, ഇകഴ്ത്തിയ, അള്ളാഹുവിന്റെ റസൂലിനെ ആക്രമിച്ചിട്ടുള്ള, ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങളെല്ലാം അവർ പ്രയോഗിച്ചു. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് പോലും ബദറിൽ അതിശക്തമായ ശിക്ഷ ഏൽക്കേണ്ടി വന്നു. പലരും അവിടെ വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ടു. അബൂജാഹിലും മുത്ബത്തും ഷൈബത്തും വലീദും അങ്ങനെ തുടങ്ങിയ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ അതിശക്തന്മാരായ നേതാക്കന്മാർ മുഴുവനും കൊല്ലപ്പെടുകയും ധാരാളം വേദന അവർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ബദറിൽ. അതാണ് ആദ്യത്തേത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ രണ്ടാമത്തേതോ, ഈ ഒരു അഭിപ്രായ പ്രകാരം ഒന്നാമത്തത് ബദറിലുണ്ടായ ശിക്ഷയാണ് എന്ന് വന്നാൽ ദൂനദാലിക്ക, അദാബൻ ദൂനദാലിക്ക, അതുകൂടാതെ വേറെയും ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞത് സാമ്പത്തികമായി മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. 7 കൊല്ലത്തോളം അവർക്ക് ഭക്ഷണമില്ലാതെ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് എന്ന് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അതേ പ്രകാരം ആദ്യത്തെ 45-ാമത്തെ ആയത്തിൽ പറഞ്ഞത് അത് പരലോക ശിക്ഷയാണ്. 47-ാമത് പറഞ്ഞത് അത് ഭൗതികമായ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള വിവിധ ശിക്ഷകളെ കുറിച്ചാണ്. ഇങ്ങനെയെല്ലാം അഭിപ്രായങ്ങൾ നമുക്ക് തഫ്സീറുകളിൽ കാണാവുന്നതാണ്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ആ ആളുകൾക്ക് ഇഹത്തിലും പരത്തിലും ശിക്ഷയുണ്ട്, ദുനിയാവിലും ശിക്ഷയുണ്ട്, നാളെ പരലോകത്തും അവർക്ക് അതിശക്തമായ ശിക്ഷ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന പാഠം, അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന്റെ ഭയാനകരമായ ശിക്ഷയുണ്ടാകും. അതേ പ്രകാരം നാളെ പരലോകത്തും നാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന പാഠം ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. അള്ളാഹുവിനെ അനുസരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.